അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്ത് യൂനുസിലെ 15-16 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. ഈ സൂറത്തിൽ നാം പഠിച്ചു കഴിഞ്ഞ ആയത്തുകൾ പോലെയുള്ള ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കേൾപ്പിക്കുമ്പോൾ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ ഇങ്ങനെ ചോദിക്കുമായിരുന്നു: ഏകദൈവ വിശ്വാസം, പരലോക ജീവിതം തുടങ്ങിയ കാര്യങ്ങൾ പറയാത്ത, ഇതല്ലാത്ത വേറെ ഒരു ഖുർആൻ നിനക്ക് കൊണ്ടുവന്നുകൂടെ? അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൂടി പറ്റിയ രൂപത്തിൽ ഇതിനെ മാറ്റിമറിച്ചുകൂടെ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനെയും അവഹേളിക്കാനും ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്ന് വരുത്തി തീർക്കാനുമാണ് അവർ ഈ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്. അതിനുള്ള മറുപടിയായിക്കൊണ്ട് ഇത് എൻ്റെ വകയല്ല, അള്ളാഹുവിൽ നിന്ന് ബോധനം ലഭിക്കുന്നതാണ്, ഞാൻ ഇത് നിങ്ങളെ അറിയിക്കാൻ ഏൽപ്പിക്കപ്പെട്ട പ്രവാചകൻ മാത്രമാണ് എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, എനിക്ക് ഇങ്ങനെ ഒന്നുണ്ടാക്കാൻ കഴിയില്ല എന്നും ഞാൻ ഇങ്ങനെ ഒന്നുണ്ടാക്കി നിങ്ങളോട് കളവ് പറയില്ല എന്നും നിങ്ങൾക്കറിയുന്ന കാര്യമല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായി അറിയുന്ന അവരോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതാണ് ഇന്ന് പഠിക്കുന്ന 2 ആയത്തുകളിലുമുള്ളത്. ആദ്യം 15-ാമത്തെ ആയത്ത് നോക്കാം. وَإِذَا تُتْلَى عَلَيْهِمْ آيَاتُنَا بَيِّنَاتٍ قَالَ الَّذِينَ لَا يَرْجُونَ لِقَاءَنَا ائْتِ بِقُرْآنٍ غَيْرِ هَذَا أَوْ بَدِّلْ قُلْ مَا يَكُونُ لِي أَنْ أُبَدِّلَهُ مِنْ تِلْقَاءِ نَفْسِي إِنْ أَتَّبِعُ إِلَّا مَا يُوحَى إِلَيَّ إِنِّي أَخَافُ إِنْ عَصَيْتُ رَبِّي عَذَابَ يَوْمٍ عَظِيمٍ. ഈ ആയത്തിന്റെ വാക്കർത്ഥം നോക്കാം. വഇദാ തുത്ല, ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, പാരായണം ചെയ്തു കൊടുത്താൽ. തിലാവത്ത് എന്നാൽ ഓതൽ, പാരായണം എന്നാണ്. ഖുർആൻ പാരായണത്തിന് തിലാവത്തുൽ ഖുർആൻ എന്ന് പറയാറുണ്ടല്ലോ. അലൈഹിം, അവർക്ക്, മക്കയിലെ ബഹുദൈവ വിശ്വാസികളെ പോലെയുള്ള സത്യനിഷേധികൾക്ക്, ആയാത്തുന, നമ്മുടെ സൂക്തങ്ങൾ, ബയ്യിനാത്തിൻ, സുവ്യക്തമായിട്ടുള്ള. ആയത്ത് ഖുർആനിലെ സൂക്തങ്ങൾക്കാണ് പറയുക. ആയാത്ത് എന്നത് ആയത്തിന്റെ ബഹുവചനമാണ്. നമ്മുടെ സൂക്തങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സൂക്തങ്ങൾ. അതായത് ഈ സൂറത്തിൽ ഇതുവരെ പറഞ്ഞ ആയത്തുകളിൽ അള്ളാഹു മാത്രമാണ് ദൈവമെന്നും ബഹുദൈവാരാധന പാടില്ലെന്നും പരലോക വിശ്വാസം ഉണ്ടാവണമെന്നുമൊക്കെയാണ് ഊന്നിപ്പറഞ്ഞത്. അത്തരം ആയത്തുകളെയാണ് സുവ്യക്തമായ സൂക്തങ്ങൾ എന്ന് പറയുന്നതിലൂടെ ഇവിടെ പ്രത്യേകം ഉദ്ദേശിക്കുന്നത്. ഇത്തരം ആയത്തുകൾ ഓതിക്കൽപ്പിക്കപ്പെടുന്നത് ബഹുദൈവാരാധകർക്ക് അസഹനീയമാണ്. അപ്പോൾ അവർ പറയുന്നു: ഖാലല്ലദീന ലാ യർജൂന ലിഖാഅന, നമ്മെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കാത്തവർ അപ്പോൾ പറഞ്ഞു. പരലോക വിശ്വാസമില്ലാത്തവർ, പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാകേണ്ടി വരുമെന്ന വിശ്വാസമില്ലാത്തവർ എന്ന അർത്ഥത്തിൽ ബഹുദൈവാരാധകരെ ഈ സൂറത്തിൽ ഇതിനു മുമ്പ് 2 തവണ ലാ യർജൂന ലിഖാഅന എന്ന് വിശേഷിപ്പിച്ചത് നാം പഠിച്ചു കഴിഞ്ഞു. ലാ യർജൂന, അവർ പ്രതീക്ഷിക്കുന്നില്ല. റജാ എന്നാൽ പ്രതീക്ഷ, ആഗ്രഹം എന്നൊക്കെയാണ്. ലിഖാ എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടൽ. ഈ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഓതിക്കേൾപ്പിക്കുമ്പോൾ അവർ പറയുകയാണ്: ഇഅ്തി ബിഖുർആനിൻ ഗൈരി ഹാദാ, ഇതല്ലാത്ത വേറെ ഒരു ഖുർആൻ നീ കൊണ്ടുവരിക. ഇഅ്തി, നീ വരിക, ബിഖുർആനിൻ, ഒരു ഖുർആനും കൊണ്ട്, ഗൈരി ഹാദാ, ഇതല്ലാത്ത വേറെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചുകൊണ്ട് പറയുകയാണിത്. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാക്കിയതാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി പറയുന്നതാണിത്. ഏതായാലും ഒരു ഖുർആൻ നീ കൊണ്ടുവന്നു, ഇത് മാറ്റി നിനക്ക് വേറെ ഒന്ന് കൊണ്ടുവന്നുകൂടെ? അതല്ലെങ്കിൽ ഞങ്ങൾക്കും നിനക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത തരത്തിൽ ഒരു ഗ്രന്ഥം കൊണ്ടുവന്നുകൂടെ? ഇതിപ്പോൾ ഞങ്ങളുടെ ദൈവങ്ങളെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഗ്രന്ഥമാണ്. നമുക്ക് പരസ്പരം ധാരണയായിക്കൊണ്ട് പരസ്പരം അംഗീകരിക്കാൻ പറ്റിയ ഒരു വേദഗ്രന്ഥമായാൽ പിന്നെ നമുക്കിടയിൽ തർക്കമുണ്ടാവില്ലല്ലോ. അങ്ങനെ ഒരു വിട്ടുവീഴ്ചക്ക് നീ തയ്യാറാവണം. ഇതൊക്കെയാണ് ഇത് മാറ്റി മറ്റൊരു ഖുർആൻ കൊണ്ടുവന്നുകൂടെ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ കാലത്തടക്കം, എല്ലാ കാലത്തും ബഹുദൈവ വിശ്വാസികളടക്കമുള്ള സത്യനിഷേധികൾ ഇസ്ലാമിനെതിരെ
തീവ്രവാദം ചുമത്തുന്നതും ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്നതും ഇസ്ലാം മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങളെയും ദൈവങ്ങളെയും അംഗീകരിക്കാത്ത വിട്ടുവീഴ്ചയില്ലാത്ത മതമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ഇസ്ലാം മതം നിലകൊള്ളുന്നത് തന്നെ സത്യത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. സത്യസന്ധമായ വസ്തുതകളിൽ വിട്ടുവീഴ്ച ചെയ്താൽ അത് സത്യമല്ലാതായി മാറും. മനുഷ്യർക്കിടയിൽ വിട്ടുവീഴ്ചയും സൗഹാർദ്ദവും നല്ലതാണ്. പക്ഷേ അത് സത്യത്തെ ബലികഴിച്ചുകൊണ്ടായാൽ ആ സൗഹാർദ്ദം നിരർത്ഥകമായിരിക്കും. എന്നാൽ മനുഷ്യർക്കിടയിൽ സഹിഷ്ണുതയും സാഹോദര്യവും പ്രചരിപ്പിക്കുന്ന ഇസ്ലാമിനോളം പോന്ന മറ്റൊരു മതവുമില്ല എന്നതാണ് വസ്തുത. ബഹുദൈവ വിശ്വാസികൾ ഈ ഖുർആൻ മാറ്റി മറ്റൊന്ന് കൊണ്ടുവരൂ എന്ന് പറയുന്നതിലൂടെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയതോ മറ്റാരുടെയെങ്കിലും സഹായത്തോടെ സംഘടിപ്പിച്ചതോ ആണെന്ന് സ്ഥാപിക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശ്യം എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് അവരുടെ ഈ ചോദ്യത്തിന് അള്ളാഹു മറുപടി പറയുന്നതും അവരുടെ ഉദ്ദേശ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഖുൽ, താങ്കൾ പറയുക, നബിയെ താങ്കൾ അവരോട് പറയുക, മാ യകൂനു ലി അൻ ഉബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി, എന്റെ വകയായി അതിൽ ഭേദഗതി വരുത്താൻ എനിക്ക് പറ്റില്ല എന്ന്. ഖുൽ, താങ്കൾ പറയുക, മാ യകൂനു ലി, എനിക്കുള്ളതല്ല, എനിക്ക് പറ്റുന്നതല്ല, എനിക്ക് അവകാശമുള്ളതല്ല, അൻ ഉബദ്ദിലഹു, അതിനെ മാറ്റിമറിക്കാൻ, ഭേദഗതി ചെയ്യാൻ. ബദ്ദല എന്ന് പറഞ്ഞാൽ പകരമാക്കി, ബദലാക്കി എന്ന് പറയാറുണ്ടല്ലോ. മിൻ തിൽഖാഇ നഫ്സി, എന്റെ സ്വന്തം ഭാഗത്ത് നിന്ന്, എന്റെ വകയായി ഇതിൽ ഒന്നും ചേർക്കാൻ പറ്റില്ല, ഇത് ദൈവത്തിന്റെ വചനങ്ങളാണ് എന്നർത്ഥം. ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, എനിക്ക് എന്താണോ വഹിയിലൂടെ ലഭിക്കുന്നത് അത് പിൻപറ്റുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇൻ അത്തബിഉ, ഞാൻ പിന്തുടരുന്നില്ല. ഇത്തബ എന്ന് പറഞ്ഞാൽ പിന്തുടർന്നു, പിൻപറ്റി, ഫോളോ ചെയ്തു എന്നൊക്കെയാണ്. ഇല്ലാമാ യൂഹ, വഹിയായി ലഭിക്കുന്നതല്ലാതെ, ദൈവത്തിൽ നിന്ന് ദിവ്യബോധനം വഹിയിലൂടെ ലഭിക്കുന്നതല്ലാതെ, ഇലയ്യ, എന്നിലേക്ക് എന്താണോ ദിവ്യബോധനമായി ലഭിക്കുന്നത് അത് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഈ സൂക്തങ്ങൾ ദൈവം വഹിയായി നൽകിയതാണ്. ഇന്നി അഖാഫു, തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു. ഖൗഫ് എന്നാൽ ഭയം എന്നാണ്. ഇതിൽ നിന്നാണ് ഞാൻ ഭയപ്പെടുന്നു എന്ന അർത്ഥത്തിലുള്ള അഖാഫു എന്നത് വന്നത്. ഇൻ അസൈതു, ഞാൻ ധിക്കരിക്കുകയാണെങ്കിൽ. അസ എന്ന് പറഞ്ഞാൽ ധിക്കരിച്ചു, അതിൽ നിന്നാണ് ഞാൻ ധിക്കരിച്ചു എന്ന് പറയുന്ന അസൈതു എന്നത് വന്നത്. റബ്ബി, എൻ്റെ റബ്ബിനെ, നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ ഈ ഖുർആനിൽ കൃത്രിമത്വം കാണിക്കുകയാണെങ്കിൽ അത് എൻ്റെ റബ്ബിന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കലാണ്. അങ്ങനെ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഭയപ്പെടുന്നു അദാബയോമിൻ അലീം, ഭയങ്കരമായ ഒരു നാളിലെ ശിക്ഷയെ. അദാബ, ശിക്ഷയെ, യൗമിൻ, ഒരു ദിവസത്തെ, അലീം, ഭയങ്കരമായ. അള്ളാഹുവിനെ ധിക്കരിച്ചാൽ അന്ത്യനാളിലെ നരകശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു എന്നർത്ഥം. തുടർന്ന് അടുത്ത ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറയുകയാണ്, ഖുൽ ലൗ ശാഅ അല്ലാഹു മാ തലൗതുഹു അലൈക്കും വലാ അദ്റാകും ബി ഫഖദ് ലബിസ്തു ഫീകും ഉംറൻ മിൻ ഖബ്ലി അഫലാ തഅഖിലൂൻ. ഖുൽ ലൗ ശാഅ അല്ലാഹു, താങ്കൾ അവരോട് പറയുക, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ. മശീഅത്ത്, ഉദ്ദേശം എന്നതിൽ നിന്നാണ് ഷാഅ, ഉദ്ദേശിച്ചു എന്ന് വന്നത്. ഖുൽ, നബിയെ അവരോട് പറയുക, ലൗ ഷാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, മാ തലൗതുഹു, ഞാൻ ഇതിനെ ഓതി കേൾപ്പിക്കുമായിരുന്നില്ല, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക് ഞാൻ ഓതി കേൾപ്പിക്കുമായിരുന്നില്ല, വലാ അദ്റാക്കും, അവൻ നിങ്ങളെ അറിയിക്കുകയും ഇല്ലായിരുന്നു. ദറ, എതിരി എന്നാൽ അറിയുന്നു എന്നാണ്. അതിൽ നിന്നാണ് അദ്റാക്കും എന്ന് വന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിച്ച് എന്നെ പ്രവാചകനായി നിശ്ചയിച്ചത് കൊണ്ട് മാത്രമാണ് ഈ സൂക്തങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓതിക്കൽപ്പിക്കുന്നതും നിങ്ങൾ അത് അറിയുന്നതും. അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാനിത് ഓതിത്തന്നുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വരില്ലായിരുന്നു, നിങ്ങൾക്ക് ഈ അറിവൊന്നും കിട്ടുമായിരുന്നുമില്ല. എല്ലാം അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്. ഞാൻ അല്ല ഇതൊക്കെ ഉദ്ദേശിച്ചതും തീരുമാനിച്ചതും, ഞാനതിന് ഏൽപ്പിക്കപ്പെടുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, ഫഖദ് ലബിസ്തു ഫീകും ഉംറൻ മിൻ ഖബ്ലി,
ഇതിനു മുമ്പ് നിങ്ങൾക്കിടയിൽ കുറേ കൊല്ലങ്ങൾ ഞാൻ കഴിഞ്ഞുകൂടിയതല്ലേ? ഫഖദ് ലബിസ്തു, ഞാൻ താമസിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ലബിസ താമസിച്ചു, വസിച്ചു എന്നാണ്. അതിൽ നിന്നാണ് ഞാൻ വസിച്ചു, ലബിസ്തു എന്ന് പറഞ്ഞതുണ്ടായത്. ഫീക്കും നിങ്ങളിൽ, നിങ്ങൾക്കിടയിൽ എന്നർത്ഥം. ഉമുറൻ വയസ്സുകൾ, വർഷങ്ങൾ. ഉമ്ര് എന്നാൽ വയസ്സ്, പ്രായം എന്നാണ്. മിൻ ഖബിലിഹി ഇതിനു മുമ്പ്. ഇതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകത്വം എനിക്ക് കിട്ടുന്നതിനു മുമ്പ്, ഞാൻ പ്രവാചകനായി നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് 40 വയസ്സ് വരെ നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചവനല്ലേ? എൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാം, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്കറിയാം. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സത്യസന്ധനായിട്ടുള്ളവൻ ഞാനാണെന്ന് നിങ്ങൾ അംഗീകരിക്കുകയും അൽ അമീൻ, വിശ്വസ്തൻ എന്ന പേര് അതിൻ്റെ പേരിൽ നിങ്ങൾ എനിക്ക് നൽകുകയും ചെയ്തതല്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ച എനിക്ക് ഇങ്ങനെയുള്ള സൂക്തങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്നത് നിങ്ങൾക്കറിയാവുന്നതുമാണ്. എന്നിട്ടിപ്പോൾ ഞാൻ ഇതൊക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കി കളവ് പറയുന്നു എന്ന് എന്നെക്കുറിച്ച് നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? ഞാൻ സത്യസന്ധനായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തു. നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെപ്പോലെ സത്യസന്ധനായ ഒരാളുമില്ലെന്ന് വരെ നിങ്ങൾ പ്രഖ്യാപിച്ചതാണ്. എന്നിട്ടിപ്പോൾ നിങ്ങളും സത്യസന്ധരാവണമെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ കള്ളം പറയുന്നവനാക്കുന്നു. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? അഫല എന്നത് ചോദ്യത്തിന് ഉപയോഗിക്കുന്നതാണ്. ഇല്ലയോ എന്നാണ് അഫല എന്നതിൻ്റെ അർത്ഥം. അഖ്ല് എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ്. അതിൽ നിന്നാണ് തഅഖിലൂൻ എന്നത് ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ എന്ന അർത്ഥത്തിൽ പറയുന്നത്. ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ എന്നത് ഇതൊന്നും ചിന്തിക്കുന്നില്ലേ എന്ന അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.